വാർത്തയിലേക്ക്. ലഹരിക്ക് അടിമയാകുന്നവർക്ക് സൗജന്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംയോജിത പുനരധിവാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി IRCAകൾക്കുള്ള ധനസഹായ വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിലാണ് ഓരോ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. ലഹരിക്കടിമയായി മാറിയവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് സംയോജിത പുനരധിവാസ കേന്ദ്രങ്ങൾ അഥവാ IRCAകൾ. വിവിധ സന്നദ്ധ സംഘടനകളുടെ കീഴിലാണ് ഇവയുടെ പ്രവർത്തനം. പുനരധിവാസ പ്രവർത്തനങ്ങൾ, ചികിത്സ, ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്കായി 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഓരോ കേന്ദ്രങ്ങളുടെയും ചിലവ്. കേന്ദ്ര പദ്ധതിയുടെ കീഴിലായതിനാൽ CCTV അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും നിർബന്ധമാണ്. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് IRCAകൾക്ക് ലഭിച്ചിട്ടില്ല. കോഴിക്കോട് കേന്ദ്രത്തിന് മാത്രം 53 ലക്ഷം രൂപയാണ് ലഭിക്കാനുള്ളത്. പല കുടുംബങ്ങളിലും ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട്. അത് കുടുംബ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ സമൂഹ ജീവിതത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക ക്ലേശം ഒരു കാരണമാണ്. കൂടാതെ ഇപ്പോഴത്തെ ഈ മാധ്യമങ്ങളുടെ മീഡിയയുടെ അതിപ്രസരം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ സീരിയലിൻ്റെയൊക്കെ അതിപ്രസരം കൊണ്ട് ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുടുംബജീവിതം, പണ്ടത്തെ ആ കൂട്ടുകുടുംബത്തിൻ്റെയും ആ കുടുംബജീവിതത്തിൻ്റെ സുസ്ഥിരതയുടെയൊക്കെ അടിത്തറയൊക്കെ വല്ലാണ്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ഈ മീഡിയയിൽ കൂടി കടന്നു വരുന്നതിനുള്ള ഈ വിധത്തിലുള്ള സീരിയലുകളൊക്കെ തന്നെയാണ് അതിനുള്ള ഒരു കാരണം. അതുകൊണ്ട് ഡൈവേഴ്സ് കേസുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന ആണുങ്ങളുടെ നമ്പർ കൂടുന്നുണ്ട്. ഇവിടെ വരുന്ന കുറേ പേരില്ലെങ്കിലും ഞാൻ അവരിൽ നിന്നും പ്രൈവറ്റായിട്ടൊക്കെ ഒരു കൗൺസിലിംഗ് നടത്തുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. 2 മുതൽ 5 വർഷം വരെ കുടിശ്ശികയുള്ള കേന്ദ്രങ്ങളും സംസ്ഥാനത്തുണ്ട്. പുറത്തുനിന്നും സഹായം സ്വീകരിക്കരുത് എന്ന മാനദണ്ഡമുള്ളതിനാൽ അടച്ചുപൂട്ടിയ കേന്ദ്രങ്ങളുമുണ്ട്. സ്വകാര്യ ലഹരി പുനരധിവാസ കേന്ദ്രങ്ങളിൽ വിമുക്തി ചികിത്സയ്ക്ക് വൻതുക ഈടാക്കുമ്പോൾ IRCAകളിൽ താമസവും ഭക്ഷണവും അടക്കം സൗജന്യമാണ്. 80% വിമുക്തി നിരക്കും ഇത്തരം സ്ഥാപനങ്ങൾക്കുണ്ട്. പുതുതലമുറയെ ലഹരിയിൽ നിന്നും മോചിതരാക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിന്റെ നഷാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതി കോടികൾ ചിലവഴിച്ച് നടന്നുവരുമ്പോഴാണ് വിമുക്തി കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ വർഷം ലഹരി കേസുകളിൽ പിടിയിലായവരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. 9 മാസത്തിനുള്ളിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 2000-ലധികം കേസുകളാണ്. ഈ കേസുകളിൽ പിടിയിലായവരിൽ 75% 30 വയസ്സിന് താഴെയുള്ളവരാണ് എന്നത് ആശങ്ക കൂട്ടുന്നു.